എന്നെ കുത്തി നോവിക്കാനിട്ട് എല്ലാവർക്കും എന്താല്ലേ, എന്നെ വല്ലാതെ അങ്ങ് കുത്തി നോവിക്കുന്നു ഗൈസ്. സഹിക്കാൻ പറ്റുന്നില്ല. അത് തെളിവ് സഹിതം എനിക്ക് നിങ്ങളുടെ അടുത്ത് കൊണ്ടുതരാൻ പറ്റും. ഇതൊക്കെ ഉണ്ടോ, ഇതൊരു കുത്തി നോവിക്കലാണ്. ഞാൻ ഭൂലോകം ഒന്നായിട്ട് കണ്ടു, ചെറുതായിട്ടൊന്ന് താഴെ വീണു. നമ്മുടെ നാട്ടിൻപുറത്ത് ഭാഷ പറയാച്ചാൽ തല്ല കറങ്ങി വീണു എന്നൊക്കെ പറയാം. അങ്ങനെ ഇരിക്കെ ഞാൻ ഇവിടെ എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇന്നലെ തൊട്ടിട്ടുണ്ട് ഒരു എന്താ പറയുക, നമ്മളുടെ ഇങ്ങനെ പറയുമല്ലോ, എന്തായിരുന്നു പറയുക അതിന്, ബാലൻസ് തെറ്റുക, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഇന്നലെ തൊട്ടിട്ട് എനിക്ക് വലിയ കുഴപ്പമില്ല, എന്നാൽ പോലും ഞാൻ ആക്റ്റീവായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റു, കുറേ റീലൊക്കെ ചെയ്തു, കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഇടയ്ക്കൊരു ബാലൻസ് തെറ്റുന്ന പോലെ ഉണ്ടായിരുന്നു. ഒക്കെ കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് പോയപ്പം ഡ്രീം ത്രിടതവും സ്ലിപ്പായി എന്ന് പറഞ്ഞ്, സ്ലിപ്പായിന്ന് മറ്റേ ദിലീപ് പറഞ്ഞതിൻ്റെ അതിൽ ഇതേ കിടക്കുന്ന ഡ്രീം തരിയിടുന്നു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറയുക കുത്തി നോവിക്കണം പോലും. എന്നതൊക്കെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം ബ്ലഡ് അധികം പോയതുകൊണ്ട് ബ്ലഡ് കുറവുണ്ടാവും. വിറ്റാമിൻ അയൺ എന്നുള്ള ഗുളികകളൊക്കെ തന്നിട്ടുണ്ട്. അതേപോലെ ഇനിയും ഇയർ ബാലൻസ് എന്ന് വെച്ചാൽ ഇയർ ബാലൻസ് എന്നല്ലേ പറയാം, ആ ബാലൻസ് തെറ്റുകയാണെങ്കിൽ നേരെ അമ്മമ്മസെ പോയിട്ട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. ഞാൻ പോവില്ല ഗൈസ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചതിൻ്റെ മാതിരി ഇവിടെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഒന്ന് അഡ്മിറ്റ് ആവുന്നതാണ് നല്ലത്, ബാക്കിയുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എടുത്ത് ബ്ലഡൊക്കെ പോയതല്ലേ, അതിൻ്റേതായ റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ റെഡിയാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാട്ടോ. പക്ഷേ എന്നെ നല്ല പേഴ്സണലി നല്ല പരിചയമുള്ള ഡോക്ടർ ആയതുകൊണ്ട് എന്നോട് പറഞ്ഞു കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പപ്പാ ഒന്ന് മനസ്സും ശരീരവും ഒന്ന് റിലാക്സായി വിടാൻ നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. തല ചുറ്റി വീണപ്പം എന്തോ ഭാഗ്യത്തിന് എവിടെയും ഒന്നും പറ്റിയില്ല എന്ന് വിചാരിക്കുന്ന നിലവിൽ എനിക്കൊന്നും ഇല്ല. അപ്പം കുത്തി നോവിക്കും എന്നവർ പറഞ്ഞു. ബ്ലഡിൻ്റെ എന്തോ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, അളവ് നോക്കാനാ എന്തോ പറയുന്നതൊക്കെ എന്തിനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ബാലൻസ് തെറ്റുകയാണെങ്കിൽ MMC പോയിട്ട് അഡ്മിറ്റ് ആവാനും അതേപോലെ ENT കാണിക്കാനും അതേപോലെ തന്നെ ബാക്കിയുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനും പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് എൻ്റെ വീട്ടിൽ നിന്നും മാറി നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. ഞാൻ രാവിലെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, ഇതുവരെ അത് പോസ്റ്റ് ആയിട്ടില്ല. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് 3 ചുരിദാർ വാങ്ങാൻ പാടുണ്ട്. അപ്പം വണ്ടി എടുത്തിട്ടല്ല കേട്ടോ പോയത്, ഓട്ടോ വിളിച്ചിട്ടാണ് പോയത്. പിന്നെ വാഹനം ഓടിക്കരുത് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് എന്തൊക്കെയോ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ തോന്നി. കാരണം ഞാൻ ഇന്ന് ഈവനിങ് പർച്ചേസിങ്ങിന് പോകാൻ വിചാരിച്ചതായിരുന്നു. എനിക്ക് 3 ചുരിദാർ, മോൾക്കൊരു ഡ്രസ്സ്, മോൾക്കും ബുക്ക്, ബാഗ്, കൊട, വടി, അങ്ങനെ പിടിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം എന്ന് വിചാരിച്ചു. എന്നെ കണ്ട ഒരു കുഴപ്പമില്ലല്ലോ. ഏതായാലും ഒരു കാര്യം പറയട്ടെ, ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്ന് പണ്ട് പറഞ്ഞവർ കേട്ടിട്ടുണ്ടോ? ഞാൻ നല്ല ലിപ്സ്റ്റിക് ഇട്ട് കണ്ണൊക്കെ എഴുതി കുറേ റീൽസൊക്കെ ചെയ്തു. ഭക്ഷണം രാവിലെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് 5 മണിക്ക് എണീറ്റ് കഴിക്കലൊടുങ്ങി. എനിക്ക് ഭയങ്കര വിശപ്പും. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് ഞാനൊരു വെള്ള ഡ്രസ്സായി ഇട്ടത്. ഡ്രസ്സ് മാറി വീട്ടിൽ കൂടെ ഇടുന്ന ഡ്രസ്സ് ഇട്ടീന് അതങ്ങാൻ കൊണ്ടിട്ടായി ഞാൻ വീണെങ്കിൽ ആര് തിരുമ്പി തരാനാണ്. ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പോയി വന്നാരാ കുളിച്ചെനിക്ക് ഹോസ്പിറ്റലിൽ പോയാൽ അപ്പം കുളിക്കണം. 4 ദിവസം ഞാൻ കുളിക്കാണ്ട് നിന്നപ്പം എൻ്റെ കർത്താവേ, എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇവൻ
ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിലും നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും പ്രൈവറ്റ് ഞാൻ സ്പെഷ്യാലിറ്റിയിലാണ് സ്ഥിരമായിട്ട് കാണിക്കാൻ പോലെ. അപ്പോൾ അവിടെ എനിക്ക് മൈഗ്രെയിനോ പനിയോ ജലദോഷമൊക്കെ ആയിട്ട് ചെല്ലുന്ന സമയത്ത് ട്രിപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദേവീച്ചിയാണ് അവിടുത്തെ മെയിൻ ഹെഡ്. ദേവീച്ചി പറയും ജിസിയെ അപ്പുറത്തെ 3ാമത്തെ ബെഡ് 2ാമത്തെ ബെഡ്, അപ്പോഴേക്കും ഒരു ബെഡ്ഷീറ്റ് മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ഞാൻ പറയും എനിക്ക് ട്രമഡോളൊക്കെ ഇടുകയാണെങ്കിൽ ഒരു ½ ആൻ അവർ അവിടെ കിടക്കേണ്ടി വരും, കണ്ണ് കരുകുന്നുണ്ടല്ലേ. അപ്പോൾ ഞാൻ പറയും സിസ്റ്ററെ എനിക്ക് ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റി തരണം എന്ന് പറയും. പറ്റൂല എന്ന് അവർക്ക് പറയാൻ പറ്റൂല, കാരണം അതവരുടെ ജോലിയാണ്. അത് നമ്മൾ പറഞ്ഞാൽ മാറ്റി തരണം എന്നുണ്ട്. പക്ഷെ എനിക്ക് മാറ്റിത്തരാത്ത ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ താമരശ്ശേരി ഹോസ്പിറ്റലാണ്. ഭയങ്കര ജാടയാടേ അവന്മാർക്ക്. അപ്പോൾ ചുരുക്കി പറഞ്ഞു വന്നാൽ കണ്ണെഴുതി പൊട്ടതിട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടാണ് ഹോസ്പിറ്റലിൽ പോയി കിടന്നത്. ചത്ത് കിടന്നല്ലോ, ഞാൻ ചമഞ്ഞേ കിടക്കുള്ളൂ. ഞാൻ പിഷാരിയുടെ എൻ്റെ ഗുരുവാക്കിയിട്ടുള്ള ഒരാളാണ്. കാരണം ഐലൈനറൊക്കെ കണ്ട, ഐലൈനർ ഉണ്ട്, ഐ ഷാഡോ ഉണ്ട്, ലിപ്സ്റ്റിക് ഉണ്ട്. എന്നെ കണ്ട ആരെങ്കിലും പറയുമോ ഞാനൊരു ഭ്രാന്തിയാണെന്ന് പറയുന്നില്ല, ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ പറയുന്നൊരു സംഭവമാണ് അസുഖമുണ്ടെന്ന്. അപ്പോൾ ശരിക്കും പറയാ വെച്ചാൽ ഭയങ്കര ടയേർഡാട്ടോ. നല്ലോണം വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളം കുടിക്കുന്നുണ്ട്. കുറച്ച് ദിവസത്തേക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ഒന്ന് തളർന്നു പോയതിൻ്റെ ഒരു വിഷയമാണെന്ന് പറഞ്ഞു. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ആ ബാലൻസ് തെറ്റിയതങ്ങ് റെഡി ആവുന്നില്ല. പെട്ടെന്ന് എഴുന്നേൽക്കുമ്പം സ്ലീപ്പായി പോകണം. എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്ന് മനസ്സിലാവാതെ ഇരുട്ട് കയറുക എന്ന് പറയൂലേ, അങ്ങനത്തെ ഒരവസ്ഥയിൽ. എന്നാലും എന്നെ കുത്തി നോവിപ്പിക്കണം എന്ന് പറഞ്ഞ അവൾ കയറൂര്. ഈ നോവിൻ്റെ വേദന തന്നെ മാറിയിട്ടില്ല. അപ്പം അങ്ങനെയാണ്. എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഗുളികയും കാര്യങ്ങളൊക്കെ എഴുതി തന്നെ. എന്തുവാടേ ഞാൻ ചത്തുപോയിടെ, എനിക്ക് അറ്റാക്ക് വരൂ. നിങ്ങൾക്ക് ഇതായിരുന്നാ ബലൂൺ കിട്ടുന്നത്? ബലൂൺ പൊട്ടിച്ചതാ. ഇന്നും നല്ല മഴ വരുന്നുണ്ട്. മയ കൊടുക്കൂട. എന്താക്കൂടാ കോഴിക്കോട് പോവാന്? എനിക്ക് തെള്ള മിന്നുന്നുണ്ട്. ഞാനിങ്ങനെ പോവോ? എന്ത് ചെയ്യും മള്ളയാ? മാമൻ ഇനി എപ്പോഴാണോ ലീവ്? ഉമ്മാക്ക് എവിടേക്കോ പോകണം. ഇങ്ങനെ ആശ്രമത്തിൽ പോയി സ്വാമിനെ കാണണം. ഞങ്ങളോട് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കണ്ണാപ്പൂൻ്റെ അച്ഛനെയും അമ്മനെയും പോയി കാണണം. മണിയേട്ടൻ്റെ വീട്ടിൽ പോകണം. വേറെ ആരും ഇല്ലല്ലോ അവിടെ, വേറെ ആരുമില്ല. രാധേച്ചിൻ്റെ അവിടെ നിന്ന് പോകണം, സുജാതേച്ചിൻ്റെ അവിടെ നിന്ന് പോകണം. ജുസേറിനെ പിന്നെ നമ്മൾ കണ്ടതല്ലേ. നാളെയും കൂടി മാമൻ ലീവ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഷിനുവിനെ വിളിക്കും. എന്നിട്ട് ഷിനുവിനോട് പറയും ഷിനു എൻ്റെ കൂടെ വാ എന്ന് പറയും. പക്ഷേ അവന് ലൈസൻസ് ഉള്ളതുകൊണ്ട് വണ്ടി എടുത്തിട്ട് പോവാം. എവിടെയൊക്കെ കൊണ്ടുവച്ച് എന്തൊക്കെ ഉരയ്ക്കും എന്നുള്ളത് അറിയില്ല. അരുണൊരു കാർ എടുത്തിട്ടുണ്ട്. ആ കാറ് എനിക്കൊന്ന് കണി കാണാൻ പോലും കിട്ടുന്നില്ല. അതാ എനിക്ക് ഏറ്റവും വലിയ സങ്കടം. മാമൻ്റെ കാർ ഏതായിരുന്നു? i20 അല്ലേ? i20. പക്ഷെ ഭയങ്കര ജാടയപ്പം അവൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചതാ. എന്തിനാ വെച്ചാൽ 10 പേര് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ, അല്ലാതെ തന്നെ പേടിച്ചിട്ടൊന്നുമല്ല. അപ്പോൾ ഏതായാലും പിഷാരടിയായിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി വീട്ടിൽ വന്ന കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്നെ കുത്തി നോവിപ്പിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൂടി സന്തോഷമായിക്കോട്ടെ, നിങ്ങളും അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ ആണ്. ഞാൻ പോയിട്ട് കിടക്കട്ടെ, എനിക്ക് വയ്യ. ആരെയും പറയോ ഞാനൊരു പേഷ്യൻ്റാണ്. അപ്പം ഇതുവഴി എല്ലാവരോടും അരുടിൻ്റെ വെഡിങ് ഉണ്ട് എന്ന് വെച്ചാൽ നെക്സ്റ്റ് സൺഡേ. എല്ലാവരും വരരുത് എന്ന് പറയാൻ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. ബൈ ദ ബൈ, വീണ്ടും സന്ധിക്കും വരെ
வணக்கம்.